ഹലോ കൂട്ടുകാരി, നിങ്ങളെല്ലാവരും ക്രിസ്മസിന് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കി കഴിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോം മെയ്ഡ് നല്ല അറിയാവുന്നുള്ള ഹോം മെയ്ഡ് ബേക്കേഴ്സിൻ്റെ നിന്ന് കേക്ക് മേടിച്ച് കഴിക്കണം കേട്ടോ. കാരണം അപ്പോഴേ നിങ്ങൾക്ക് ടേസ്റ്റിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് മേടിക്കുന്ന കേക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കേക്കും കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കില്ല. നിങ്ങൾ കേക്ക് ഉണ്ടാക്കി തന്നെ കഴിക്കും. അത് 100% ഉറപ്പാണ്. അപ്പം ഞാനിവിടെ വീറ്റ് ഫ്ലോർ വെച്ചാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ 1.5 വീറ്റ് ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ ഈ കാരമലൈസ് ചെയ്തില്ല, പകരം ഞാൻ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കാരമൽ ചെയ്തത് ഒത്തിരി വേർഷൻസ് മൈദ വെച്ചുള്ളതും എല്ലാം ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് വേറൊരു മെത്തേഡിൽ കുറച്ചുകൂടെ ഈസി വേയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ സോക്ക് ചെയ്തതും സോക്ക് ചെയ്യാത്തതും എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സോക്ക് ചെയ്ത് വെച്ച നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആണ്. അപ്പോൾ അത് ഞാനൊരു 1.5 കപ്പ് തന്നെ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അതുപോലെ 1 കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണേ. എന്നിട്ട് നല്ല തണുത്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് ബട്ടറിൽ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും പിന്നെ 1/2 കപ്പോളം തൈരും ഒഴിച്ചിട്ട് ഈ തണുത്ത ശർക്കര പാനി ഒഴിച്ച് ഒന്ന് വിസ്ക് ചെയ്ത് എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ പണി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചില്ലേ, അതും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അത് 1 ടേബിൾ സ്പൂണോളം നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ അത് സിങ്ക് ആയിപ്പോവും. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണല്ലോ. സിങ്ക് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ഒരേ സൈഡിൽ തന്നെ ഫോൾഡ് ചെയ്യണം കേട്ടോ. കാരണം അതിനകത്തുള്ള എയർ ബബിൾസിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് ചേർത്തിട്ട് ഇങ്ങനെ നമുക്ക് ഒഴിക്കുന്ന രീതിയിൽ ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കേക്ക് ബാറ്റർ ആക്കിയെടുക്കാം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കുറേ ടിപ്പുണ്ട്. കാരണം ഇത് നല്ല മോയിസ്റ്റ് ആവാൻ വേണ്ടി ലാസ്റ്റ് ഓറഞ്ച് ജ്യൂസ് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു 24 hours വെച്ചതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആവും കേക്ക്. ഇപ്പം റമ്മാണെങ്കിലും ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും